എൻ്റെ പേര് അബി. ഞാൻ വരുന്നത് പാറശാലയിൽ നിന്നാണ്. യൂണിക് സൈക്കിളാണ് എൻ്റെ യാത്ര. ഇതുവരെ ആരും പിന്നെ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കടയിൽ തൃപ്തി കല്യാണിയിൽ നിൽക്കുന്ന സമയത്ത് റോഡിൻ്റെ മറുവശത്ത് കൂടി ഒറ്റ വീലുള്ള സൈക്കിളും ചവിട്ടി ഒരു പയ്യൻ സർക്കസുകാരെ പോലെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന കണ്ടു. അപ്പം ഞാനൊരു കൗതുകത്തിന് അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ എന്നെയും ശ്രദ്ധിച്ചു. ഉടനെ തന്നെ അവിടെ നിർത്തിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് കടയിലേക്ക് വന്നു. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇവിടെ വെച്ച് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനെന്താ ഇവിടെ വെച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അഭിനെന്നാണ് പേര്, പാറശാല സ്വദേശിയാണ്. അപ്പോൾ എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോൾ പാറശാല നിന്ന് കാസർഗോഡേക്കുള്ള യാത്രയാണ്. ഒന്ന്, യാത്രകളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. രണ്ട്, ഞാനൊരു മെസ്സേജ്, ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് ചെറുപ്പക്കാർ, ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാർ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലോട്ടും അതുപോലെ മോശപ്പെട്ട പ്രവർത്തികളിലോട്ടൊന്നും പോകാതെ സ്പോർട്സ് അതുപോലെയുള്ള എന്തെങ്കിലും സർഗാത്മകമായ പ്രവർത്തികളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കണം എന്നുള്ളൊരു മെസ്സേജ്, ഒരു സന്ദേശം ഞാൻ യുവജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ സന്ദർശിച്ചാണ് പോകുന്നത്. എല്ലാ ജില്ലകളും കവർ ചെയ്യണം. ഞാൻ കാസർഗോഡ് എത്തിക്കഴിയുമ്പോഴേക്കും എല്ലാ ജില്ലകളും കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജില്ലകളുടെ കവർ ചെയ്തുകൊണ്ടായിരിക്കും തിരിച്ച് വരുന്നത്. അപ്പോൾ പാറശാല സ്വദേശിയാണ്. ഡിഗ്രി BBA കഴിഞ്ഞതാണ്, പാസ്സായിട്ടുണ്ട്. അതുപോലെ അവിടെ തൊഴിൽപരമായി ഓട്ടോ ഓടിക്കുകയും അങ്ങനെയൊക്കെയുള്ള തൊഴിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരുടെയും അതുപോലെ തന്നെ കൂട്ടുകാരുടെയും ഒക്കെ നല്ല സപ്പോർട്ടുണ്ടെന്നാണ് അബിൻ പറയുന്നത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ വേറിട്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാരും ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടി അബിൻ്റെ ഈ യാത്രയിൽ കാണാൻ സാധിക്കും. അങ്ങനെ അബിൻ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഈ സൈക്കിളിൽ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പരിശീലനം വേണം. അപ്പോൾ ചോദിച്ചപ്പോൾ 1 മാസം കൊണ്ട് തന്നെ നന്നായി പഠിച്ചെങ്കിലും 6 മാസത്തെ പരിശീലനമുണ്ട്. കാരണം ഈ സൈക്കിളിന് ഹാൻഡിലില്ല. യൂണിക് സൈക്കിൾ എന്നാണ് ഇത്ര ഇതിന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അബിൻ തന്നെ അത് വിശദീകരിക്കും. അതുകൂടെ കേട്ടുകൊള്ളുക. പറയടാ മോനെ ഇതിൻ്റെ കാര്യങ്ങൾ. എൻ്റെ പേര് അബി. ഞാൻ വരുന്നത് പാറശാലയിൽ നിന്നാണ്. യൂണിക് സൈക്കിളാണ് എൻ്റെ യാത്ര. ഇതുവരെ ആരും പോയിട്ടില്ലാത്തൊരു യാത്രയാണ്. തിരുവനന്തപുരം ടു കാസർഗോഡാണ് യാത്ര. അപ്പം ഇതിലൂടെ യുവതലമുറയെ കൊടുക്കാവുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ഡ്രഗ്സിൽ നിന്നും ഫോണിൽ നിന്നൊക്കെ മാറി ഏതെങ്കിലും സ്പോർട്സിൽ ആക്റ്റീവ് ആവണം എന്നുള്ള ഉദ്ദേശത്തോടെ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ എനിക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. അതിനുവേണ്ടിയാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കുന്നുണ്ടോ? പഠിച്ച് BBA ഡിഗ്രി കംപ്ലീറ്റ് അടുത്ത യാത്രയാണ്. അത് ശരി. പാറശാലയാണോ വീട്? കറക്റ്റ് പാറശാല മോട്ടോ, നമ്മുടെ തമിഴ്നാട് ബോർഡറായിട്ട് പാറശാല ബോർഡർ. വീട്ടുകാരൊക്കെ ഉണ്ട്? വീട്ടുകാർ എല്ലാവരും സപ്പോർട്ടാണ്. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും സപ്പോർട്ടാണ്. വീട്ടുകാരൊക്കെ ഉണ്ട്? വീട്ടുകാരൊക്കെ ഉണ്ട്. വീട്ടിലെ അമ്മയും അച്ഛനും, പിന്നെ ചേച്ചിയുടെ മാരേജായി, പിന്നെ അച്ഛൻ്റെ അച്ഛനും. ജോലി വല്ലതും ആയോ? ഞാൻ പാർട്ട് ടൈം ആയിട്ട് ആട്ടോ ഓടിക്കുകയാണ് അവിടെ കോളേജിൽ പോകുന്നതിനിടെ. ഇപ്പോൾ കോളേജ് കഴിഞ്ഞ അവിടെ കഴിഞ്ഞ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് യാത്ര തുടങ്ങി. അതവിടെ ഉള്ള ടൈമിൽ പാർട്ട് ടൈം ആയിട്ട് ആട്ടോ ഓടിക്കും. സ്വന്തം ആട്ടോ ഉണ്ട്, പിന്നെ വേറെ എൻ്റെ കച്ചവടം കൂടെ ഉണ്ട്. ഇത് കാസർഗോഡ് പോയിട്ട് തിരിച്ച് അതേപോലെ വരും? തിരിച്ച് ഒന്നീ എല്ലാ ഡിസ്ട്രിക്ട് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ തിരിച്ച് ട്രെയിനിൽ, അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ പോയിട്ട് അടുത്ത സൈഡിൽ കൂടെ വരും. പ്ലാനൊന്നും ഇല്ല. പോകുന്ന ഓരോ സ്പോട്ട് പോയിട്ട് അടുത്ത പ്ലാൻ ചെയ്യണം. സ്പോട്ട് ഇത് ഇങ്ങനെ പരിശീലിച്ച് എടുക്കുന്നതാണ്. ഇതുപോലത്തെ ഇത് പരിശീലിക്കണ്ടേ? ഇത് പരിശീലിക്കും. നല്ലോണം പ്രാക്ടീസ് ഉണ്ട്. എനിക്കിപ്പോൾ 6 മാസത്തോളം പ്രാക്ടീസ് ഉണ്ട്. പഠിച്ചത് 1 മാസത്തേക്ക് നല്ലോണം പഠിച്ചെടുത്ത് ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തായാലും നന്നായി. ഓക്കെ. അബി ഈ സൈക്കിൾ സഞ്ചരിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം കടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ആശുപത്രി വരെ പോകേണ്ടതുകൊണ്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് ഇതിൽ സഞ്ചരിക്കുന്ന ഒരു വീഡിയോ അബി അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് മറ്റൊരു വീഡിയോ ആയിട്ടിടാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അബിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അബി പറഞ്ഞതുപോലെ അബിയുടെ വീട്ടുകാരെ പോലെ, കൂട്ടുകാരെ പോലെ, അബിയുടെ നാട്ടുകാരെ പോലെ നമ്മളെല്ലാവരും സപ്പോർട്ടാണ്. അബിക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.